എടി ഭാഗ്യമേ, ദാ നിന്റെ ചേട്ടൻ വരുന്നുണ്ട്. വേഗം പായ വിരിച്ചോ, ഇല്ല ഇപ്പം വിറ്റത്ത് വീഴും. രാവിലെ വെള്ളയപ്പം ചുട്ടിട്ടുണ്ട്. സുന്ദരേട്ടന് വിളമ്പട്ടെ? വെള്ളയപ്പം ഉച്ചക്ക് കഴിക്കാം. അപ്പൊ ഉച്ചക്കത്തെ ചോറോ? അത് രാത്രിയിൽ കഴിക്കാം. അപ്പൊ രാത്രിത്തെ കഞ്ഞിയോ? അത് നാളെ രാവിലെ പശുവിന് കൊടുക്കാം. തല്ലില്ല, ഇപ്പൊ തല്ലില്ല. കിടന്ന ഭാഗ്യം, വെയിലടിക്കുമ്പോ എന്നെ നിർത്തകത്തേക്ക് മാറ്റി കരുത്തേക്കണേ. എടാ ചായ കുടിച്ചിട്ട് പോടാ. ചായ ഒന്നും വേണ്ട, ടൂർണമെന്റ് തുടങ്ങാൻ സമയമായി. ഓ അവന്റെ ഒരു ടൂർണമെന്റ്. ഇന്നിപ്പോ എവിടൊക്കെ ചായച്ചോണ്ട് വരും? ഒന്ന് വേഗം ഇല്ലെങ്കിൽ രാജിയപ്പോ പോവും. ആ അത് ശരി. കാലത്തെ കവടികളിൽ നിന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുന്നത് കണ്ട പെമ്പിള്ളേട്ടൊക്കെ പുറകെ പോകാനല്ലേടാ? സത്യം ആരടാ രാധിക? എന്റെ പൊന്നി ചേച്ചി, രാധിക എന്ന് പറയുന്ന കോടഞ്ചേരിക്കുള്ള ബസിന്റെ പേരാ. അയ്യോ എന്ത് പറ്റും? എന്റെ വിസിലെടുക്കാൻ മറന്നുപോയി. സാരില്ല, അത് നമുക്ക് വേറെ വാങ്ങാം. ഓടാ അവിടുന്ന്, സെന്റിമെന്റ്സ് ഉള്ള വിസിലാ. അത് ശരിയാ, ആ വിസിൽ വെച്ച് ഊതിയപ്പോഴൊക്കെ നമ്മുടെ ബ്രദേഴ്സ് ക്ലബ്ബ് ജയിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി രാധിക തെരഞ്ഞു നിർത്തും, ഞാൻ വിസിലായിട്ട് ഉടനെ വന്നേക്കാം. എന്നാ ഈ വീട്ടിലൊരു സാധനം വെച്ചാ കാണില്ല. ചേച്ചി എന്റെ വിസിൽ കണ്ടോ? ചേച്ചി എന്റെ വിസിൽ കണ്ടോ? വിസിലോ? എനിക്കെന്തിനാടാ നിന്റെ വിസില്? ഭാഗ്യം, ഭാഗ്യം, എന്താ എന്റെ വിസിൽ എടുക്ക്. സത്യമായിട്ട് ഞാൻ കണ്ടില്ല. വേഷം കൊണ്ടൊന്നും വേണ്ട, വിസിലെടുക്കടി. അയ്യോ സത്യമായിട്ടും എന്റെ കുഞ്ഞിനാണ് ഞാൻ കണ്ടില്ല കേട്ടാ വിസില്. ഓ ആളെ പിടികിട്ടി. അച്ഛനത് അടിച്ചു മാറ്റി കാണും. ഇന്നലെ രാത്രി വിസിലിനെ പറ്റി പുച്ഛിച്ച് സംസാരിച്ചപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചാണ്. ആ അച്ഛന്റെ വിസിലെട്. എനിക്ക് എന്തിനാടാ നിന്റെ വിസില്? ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞേക്കാം, എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അതെന്റെ വിസിലിനോട് തീർക്കരുത്. ഒരു വിസിൽ ഒളിപ്പിച്ച് വെച്ചതുകൊണ്ട് എന്നിലെ സ്പോർട്സ്മാൻ നശിക്കില്ല, അത് കത്തി ജ്വലിക്കത്തേ ഉള്ളൂ. അയ്യോ എന്റെ വിസിലിന് സൗണ്ട് അല്ലേ കേട്ടത്? അത് ശരി, അച്ഛനും മോളും കൂടെ എന്റെ വിസിൽ വെച്ചാ കളിക്കുന്നത്. ആ വിസിൽ കാണാൻ വിഴുങ്ങിയിരുന്നെങ്കിലോ കളി മുടങ്ങിപ്പോയനെ. അയ്യോടാ. അങ്കിൾ, ഇതിലേതെങ്കിലും ഒരു വരലി തൊട്ടെ. ഇനി ഇതിൽ ഷോക്ക് അടിക്കുന്ന വല്ല യന്ത്രം പിടിപ്പിച്ചിട്ടുണ്ടാവോ? അങ്കിൾ തൊട്, ഒരു കാര്യം അറിയാനാ. എന്താ വേണ്ടോ? തൊട്ടേക്ക് സാറേ. അങ്കിളുടെ മനസ്സിൽ സത്യം ഉണ്ടെങ്കിൽ ഇന്ന് ജോൺ വർഗീസ് ജയിക്കും. ബൈ ബൈ അങ്കിൾ. ഈ വർഷത്തെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച രഞ്ജിത്ത് ലാലിനേക്കാളും 63 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി ജോൺ വർഗീസ് വിജയിച്ചിരിക്കുന്നു. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് മിസ് സുധാ വർമ്മ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കിരിജമയണ ജോക്കർ മുണ്ടൻ രാജാവേ, ഒരു ചിതറിപ്പെൺ പടവരവായി മാറിക്കോ. തുടികളിൽ അലകടലിളകും തരികിടമേളം, നോക്കിലൊരു മിന്നൽ നാക്കിലിടിനാദം. നോക്കിലൊരു മിന്നൽ നാക്കിലിടിനാദം, ഇടനെങ്കിൽ കലികൊള്ളും തെയ്യക്കോലം. കിരിജമയണ ജോക്കർ മുണ്ടൻ രാജാവേ, ഒരു ചിതറിപ്പെൺ പടവരവായി മാറിക്കോ. ഉറുമിയുറയും അടിത്തടകൾ ഉണരും, ഇനി ഓടിക്കോ. ഉണ്ണിയാച്ചയുടെ ചുരികയലറി വരും, ഓർത്തോളൂ. മുട്ടാപ്പോക്കിന് തട്ടും തടയും കാത്തല്ലേ, പൂങ്കൊടിയല്ലിത് പെൺപുലിയാണെ സൂക്ഷിച്ചോ. നോക്കിലൊരു മിന്നൽ നാക്കിലിടിനാദം, നോക്കിലൊരു മിന്നൽ
വാക്കിലിടിനാദം ഇടനെഞ്ചിൽ കലികൊള്ളും തെയ്യക്കോലം. പോക്കിരി ചമയണ ജോക്കറുമുണ്ടൻ രാജാവേ, തീപ്പൊരി ചിതറി പെൺപടമരമായി മാറിക്കോ. റാണിയുടെ മുത്തുബോടികളിൽ ഇളകേണ്ട, ശാന്തി റാണിയുടെ കൂട്ടുകാരുമായിടേണ്ട. കിട്ടാപ്പൊന്നിൻ പൊട്ടും പൊടിയും തേടണ്ട, മത്താപ്പല്ലിത് തൊട്ടാൽ പൊട്ടണ ബോംബാണേ. നോക്കിലൊരു മിന്നൽ വാക്കിലിടിനാദം, നോക്കിലൊരു മിന്നൽ വാക്കിലിടിനാദം ഇടനെഞ്ചിൽ കലികൊള്ളും തെയ്യക്കോലം. ആഴ്ചവട്ടം പ്രദേശ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രച്ഛന്ന വേഷ ഘോഷയാത്രയാണ് നിങ്ങളുടെ മുൻപിലായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, കലാസ്നേഹികളെ, ആഴ്ചവട്ടം പ്രദേശ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രച്ഛന്ന വേഷ ഘോഷയാത്രയാണ് നിങ്ങളുടെ മുൻപിലായി. എവിടെ നോക്കിയാ കാർ ഓടിക്കുന്നു? വണ്ടി എടുത്ത് മാറ്റാൻ മര്യാദയ്ക്ക് കാലെടുത്ത് മാറ്റി. ഇത് ഫൗളാണ്. മത്സരം രണ്ടാമത് നടത്തണം. അയ്യോ അച്ഛൻ, അയ്യോ, വീരനാരുടെ മോനാണോ ഈ ചെറുത്താൻ? ഇങ്ങനെ ഒരു ചെകുത്താൻ എനിക്ക് മോനായി പിറന്നു. അച്ഛന്റെ അതേ മോച്ചായല്ലേ ഭയങ്കര. ഇതുവരെ തേച്ച് തീർന്നില്ലേ? നല്ല അമർത്തി തേക്ക്, വടി പോലെ നിക്കണം. ഗുസ്തി പിടിക്കാനല്ലേ വടി പോലെ ഷർട്ട് ഇട്ടോണ്ട് പോണത്, അല്ലാണ്ട് കളക്ടർ പണിക്കൊന്നല്ലോ. ഞാഞ്ഞൂലിനും ശീൽക്കാരമോ? എനിക്കെങ്ങനെ വടിയാക്കാൻ വയ്യ, സ്കൂളിൽ പോവാൻ നേരായി. ഓ, ഒരു സ്കൂളുകാരി. എന്റെ പ്രതീക്ഷ ഈ കൊല്ലം നീ തോക്കുന്നുള്ള. ഓ പിന്നെ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നല്ലേ പ്രമാണം. ഞാൻ കാരണം മോള് ഈ തൊഴിലെങ്കിലും പഠിക്കും. എളുപ്പത്തെ അമർത്തി തേക്ക്, നല്ല വടി പോലെ നിക്കണം. മാമന് പോവാൻ ടൈമായി. ബില്ലി, പൂച്ച, കുത്ത, പട്ടി. അമ്മേ, ഞങ്ങളുടെ സ്കൂളിന്റെ മൈതാനത്ത് ഒരു മൂലയില് ഇന്നലെ ഒരു കൊടിച്ചപ്പെട്ടി 4 കുട്ടികളെ പറ്റൂ. അതെന്തിനാ നീ ഇപ്പൊ ഇവിടെ പറയണത്? ആ പട്ടിയുടെ കുട്ടികളും ഈ സുന്ദരമാമനും ഒരുപോലെ. എപ്പോ നോക്കിയാലും ഉറക്ക. ദൂക്കാൻ, കട, ദൂക്കാന്താർ, കടക്കാരൻ, ഛത്രി, കുട, മച്ചിലി. ഉണ്ണിമാമ, മച്ചിലി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മച്ചിലി മച്ചലി എന്ന് പറഞ്ഞാൽ ഈ മച്ചിന്റെ പുറത്തുള്ള ഒരുതരം എലിയാണ് മച്ചലി. എടാ, നീയോ നേരാവണ്ണം പഠിച്ചില്ല. സംശയം ചോദിക്കുന്ന കുഞ്ഞിനെയും തെറ്റി എന്നെ പഠിപ്പിക്കണോ? അവനോടാരാ പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ എന്നോട് ചോദിക്കാൻ? നിനക്ക് എന്തോ അറിയാമടാ. ഓ, അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ മച്ചലിയുടെ അർത്ഥം ഒന്ന് പറഞ്ഞോട്. മച്ചലി, മച്ചലിയുടെ അർത്ഥം ഒന്ന് പറഞ്ഞോട്. മച്ചലി എന്ന് പറഞ്ഞാൽ മച്ചലി എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടരുത്. ഇന്നലെ തന്നെ അച്ഛൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ 501 രൂപയുടെ ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടിയേനെ. മനസ്സിലായോ? ഇതെങ്ങോട്ടാ കാലത്തെ ഉടുത്തൊരുങ്ങി? ഇന്ന് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. രാവിലെ തന്നെ ശിവശങ്കരനുമായിട്ടൊരു പിടുത്തം. ശിവശങ്കരനുമായിട്ട് പിടുത്തം? അതെ, വടംവലി. ശിവശങ്കരൻ എന്ന് പറഞ്ഞാൽ ആനയാണ്. ആനയുമായിട്ടൊരു വടംവലി മത്സരം. ഉച്ചയ്ക്ക് വോളിബോൾ, വൈകുന്നേരം 7. ഒരു റഫറിയുടെ ജീവിതം എത്രമാത്രം തിരക്ക് പിടിച്ചാണെന്ന് ചേച്ചിക്ക് ഒരിക്കലും മനസ്സിലാവില്ല ചേച്ചി. അയ്യോ, അയ്യോ അച്ഛൻ,
ബഹളം വെക്കാനൊന്നുമില്ല. കുഴമ്പ് വരട്ട് ചൂട് പിടിച്ചാ മതി. ഞരമ്പ് വിളഞ്ഞാണ്. അയ്യോ ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ എങ്ങനെയാലും പണിക്ക് പോകുന്നേ. സമയം കളയാതെ നീ വേഗം ആ ചിറ്റയിടത്തോട്ട് ചെല്ല്. ആ കുഞ്ഞിനെ കോളേജിൽ കൊണ്ടാക്ക്. ഈ വേദന മാറിയ ചെങ്ങത്തൊന്ന് പറ. അയ്യോ. അച്ഛന്റെ കാല് കോച്ചെന്ന് പറഞ്ഞ ഞാൻ എന്തിനാ അങ്ങോട്ട് ചെല്ലുന്നത്? എന്താ പോയാല് അയ്യോ. നിനക്ക് ലൈസൻസ് ഇല്ലേ? അയ്യോ. അച്ഛന് വയ്യാഞ്ഞിട്ടാന്ന് പറഞ്ഞാ മതി. അവരൊന്നും പറയില്ല. അവരെന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ടില്ല. അയ്യോ. ഈ പണിക്ക് ഞാനില്ല. അയ്യോ. മാത്രമല്ല ഇന്ന് ഞായറാഴ്ച ഞായറാഴ്ച ഏത് കോളേജാ ഉള്ളത്? ഇന്ന് രാവിലെ ചെല്ലണമെന്ന് ആ കുഞ്ഞ് എന്നെയാ എന്നോട് പറഞ്ഞത്. നീ വേഗം ചെല്ല്. അയ്യോ. എന്റെ സുന്ദരേട്ടൻ കിടക്കിന്റെ കരയിൽ അയ്യോ. അയ്യോ. ചേട്ടാ ഇതെന്താ ഈ കാണിക്കുന്നത്? വിട്. വരാ, അകത്ത് വാ. വിടാനാ പറഞ്ഞത്. വരാ. അയ്യോ, ചാടരുത്. അല്ലേ, എന്ത് പ്രശ്നം പരിഹാരം ഉണ്ടാക്കാം. അല്ലെ എന്താ കാര്യം? എന്താ കാര്യം? മനസ്സിലായിട്ട് ഉറങ്ങാൻ സമ്മതിക്കൂലേ? ഉറങ്ങുമായിരുന്നു. ഈ അച്ഛനും അളിയനും കൂടെ രാവിലെ തന്നെ മെനക്കെടുത്താൻ ഇറങ്ങിയിരിക്കാണല്ലോ. അയ്യോ പടമലി. വാങ്ങ്. വിട്. വാ. വിട്.